ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി നിർണായകമായ സുരക്ഷാ പരിധി അഥവാ റെഡ് ലൈൻ മറികടന്നാൽ തങ്ങൾ ഒറ്റയ്ക്ക് ഒരു സൈനിക നടപടി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഇസ്രയേൽ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ വർദ്ധിച്ചു വരുന്ന മിസൈൽ ശേഷി തങ്ങളുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്നും അത് തടയാൻ വേണ്ടി എന്ത് നടപടിയും സ്വീകരിക്കും എന്നുമാണ് ഇസ്രയേലിലെ ഉന്നത ഉദ്യോഗസ്ഥർ അമേരിക്കയെ അറിയിച്ചതെന്ന് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും മിസൈൽ റോക്കറ്റ് വിക്ഷേപണ തറകളും തകർക്കുന്നതിനുള്ള പദ്ധതികൾ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന നയതന്ത്ര സൈനിക ചർച്ചകളിൽ ഇസ്രയേൽ പങ്കുവെക്കുകയും ചെയ്തു. മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ, സംഭരണശാലകൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള കൃത്യമായ ആക്രമണ പദ്ധതികളാണ് ഇസ്രയേലി ഉദ്യോഗസ്ഥർ അമേരിക്കൻ പ്രതിനിധികളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ബാലിസ്റ്റിക് മിസൈലുകളുടെ കാര്യത്തിൽ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്മണരേഖ ഇറാൻ മറികടന്നാൽ ഞങ്ങൾ തനിച്ച് അവരെ ആക്രമിക്കുമെന്ന് അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഔദ്യോഗിക വക്താവാണ് പറഞ്ഞത്. ഇറാൻ നിലവിൽ ഈ പരിധി ലംഘിച്ചിട്ടില്ലെങ്കിലും അവർ കടുത്ത നിരീക്ഷണത്തിലാണെന്നും ആ വക്താവ് കൂട്ടിച്ചേർത്തു. ഇസ്രയേലിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തന്ത്രപ്രധാനമായ ആയുധശേഖരം പുനർനിർമ്മിക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്ന് മറ്റൊരു മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥനും പറഞ്ഞു. രാജ്യത്തിൻ്റെ രക്ഷയ്ക്കായുള്ള സൈനിക നടപടിയുടെ കാര്യത്തിൽ ഇസ്രായേലിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഇറാന്റെ മിസൈൽ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാനും ഇസ്രയേലിനും അയൽരാജ്യങ്ങൾക്കും നേരെയുള്ള ഭീഷണികൾ ഇല്ലാതാക്കാനും ലഭിച്ച ചരിത്രപരമായ ഒരു അവസരമാണ് ഇതെന്നാണ് ഇസ്രായേൽ വിലയിരുത്തുന്നത്. മറ്റ് അനുബന്ധ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണ പദ്ധതികളും അമേരിക്കയുമായുള്ള ചർച്ചകളിൽ ഇസ്രായേൽ അവതരിപ്പിച്ചിരുന്നു. യമനിലെ ഹൂത്തികൾക്കെതിരെ നടത്തിയതുപോലുള്ള വളരെ ചെറിയ സൈനിക നടപടികൾ മാത്രമായിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ സ്വീകരിക്കുക എന്ന ആശങ്ക ചില ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്കുണ്ട്. അത്തരമൊരു ഭാഗികമായ നീക്കം ഇറാന്റെ പ്രധാന മിസൈൽ ശേഷികളെ ഇല്ലാതാക്കാൻ വേണ്ടും ശക്തിയുള്ളത് ആയിരിക്കില്ലെന്നും അവർ ഭയപ്പെടുന്നു. ഇറാന്റെ പ്രധാന ഭീഷണി പൂർണ്ണമായും ഒഴിവാക്കുന്നതിൽ ഇത്തരം പരിമിതമായ ആക്രമണങ്ങൾ പരാജയപ്പെടുമെന്നാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങളുടെയും അഭിപ്രായം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ആഴ്ച വാഷിംഗ്ടൺ സന്ദർശിക്കുമ്പോൾ വ്യോമസേനയുടെ ഇൻകമിംഗ് കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ ഒമാർ ടിഷറും അദ്ദേഹത്തെ അനുഗമിക്കും. അമേരിക്കയിലെ ഇസ്രായേൽ ഡിഫൻസ് അറ്റാഷെ പദവി നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്നത് കൊണ്ട് IDF ചീഫ് ഓഫ് സ്റ്റാഫിനെ പ്രതിനിധീകരിച്ചാണ് ടിഷ്ലർ അവിടെ എത്തുന്നത്. ഒമാനിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള പരോക്ഷ ചർച്ചകളുടെ അടുത്ത ഘട്ടം നടക്കാനിരിക്കെയാണ് നെതന്യാഹുവിൻ്റെ സന്ദർശനം നടക്കുന്നത്. കഴിഞ്ഞയാഴ്ച മസ്കറ്റിൽ നടന്ന പ്രാഥമിക ചർച്ചകളിൽ തങ്ങളുടെ നിലപാടുകളിൽ അയവ് വരുത്താൻ ഇറാൻ തയ്യാറായതുമില്ല. ഇറാന്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഈ ആഴ്ച ഒമാൻ സന്ദർശിക്കുമെന്ന് ഇറാനിയൻ വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭാവി ചർച്ചകളുടെ സമയവും സ്ഥലവും ഒമാനുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനിക്കുമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും പറഞ്ഞു. കഴിഞ്ഞ വർഷം ഇസ്രയേലും ഇറാനും തമ്മിലുണ്ടായ 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം നിർത്തിവച്ചിരുന്ന നയതന്ത്ര ശ്രമങ്ങൾ മേഖലയിലെ സംഘർഷങ്ങൾക്കിടയിൽ വീണ്ടും പുനരാരംഭിക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. അതിനിടയിലാണ് ഇറാനെ ഒറ്റയ്ക്ക് ആക്രമിക്കാൻ അവസരം നൽകണമെന്ന് അമേരിക്കയോട് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്.